കുണ്ടറയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായി എം.വി.ഡി രംഗത്ത്. ആശുപത്രിമുക്കിൽ നിലവിൽ അനുവദനീയമായ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കെ ജംഗ്ഷനിലാണ് എല്ലാ ബസ്സുകളും നിർത്താറുള്ളത്. അതുകൊണ്ടുതന്നെ ആശുപത്രിമുക്കിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ആയതിനാൽ ആശുപത്രിമുക്കിലെ ബസ് സ്റ്റോപ്പുകളിൽ തന്നെ ബസ്സുകൾ നിർത്തണമെന്നും യാത്രക്കാർ ബസ് സ്റ്റോപ്പ് സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നുമുള്ള കർശന നിർദ്ദേശമാണ് എം.വി.ഡി നൽകിയിരിക്കുന്നത്. കൊട്ടാരക്കരയിലേക്കും കൊല്ലം ഭാഗത്തേക്കുമുള്ള ബസ് സ്റ്റോപ്പുകളിൽ മാത്രം ബസ്സുകൾ നിർത്തണമെന്നാണ് എം.വി.ഡിയുടെ കർശന നിർദ്ദേശം. തുടർന്നുള്ള ദിവസങ്ങളെ എം.വി.ഡിയുടെ നിർദ്ദേശം പാലിക്കാതിരുന്നാൽ പിഴ ഈടാക്കുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ആർ.ടി.ഒ. എ.കെ. ദിലുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബസ്സുകൾക്കും യാത്രക്കാർക്കും ബോധവൽക്കരണം നടത്തുകയുണ്ടായി. ഇന്ന് ഞങ്ങള് കൊല്ലം ചെങ്കോട്ട കുണ്ട്ര ആശുപത്രി മുക്കിലാണുള്ളത്. ഏറ്റവും നൊട്ടോറിയസ് ആയിട്ട് വാഹന കുരുക്കുള്ള ഇടമായി കുണ്ട്ര പ്രത്യേകിച്ച് ആശുപത്രി മുക്ക് മാറിയിരിക്കുന്നു. ഞങ്ങൾ വളരെ ദിവസമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിന്റെ എക്സാക്ട് കോസ് എന്ന്. ഞങ്ങൾക്ക് മനസ്സിലായത് 2 ബസ് സ്റ്റാൻഡുകളും ഇന്റർ ജംഗ്ഷനിൽ തന്നെ ഉള്ളത്. കൊട്ടാര സൈഡിലേക്ക് പോകുന്നതും കൊല്ലം സൈഡിലേക്ക് പോകുന്നത് 2 ബസ്സുകളും സർവീസ് ബസ്സുകൾ KSRTC അടക്കം, സ്വകാര്യ ബസ് അടക്കം KSRTC അടക്കം ജംഗ്ഷൻ നിർത്തുന്നതാണ്. അത് കുറഞ്ഞാൽ തന്നെ ഒരു 60 ശതമാനത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പലപ്പോഴും ജനങ്ങൾ വന്നിട്ട് ക്യൂ ആയിട്ട് കിടക്കുക. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഓണം വരാൻ പോകുന്നു. ഓണം വരുമ്പോഴത്തേക്ക് വലിയ ക്യൂ ആയി വണ്ടി നിരക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിൽ ഉണ്ടായിരുന്നു. കളക്ടർ മാഡത്തോട് വിവരം പറഞ്ഞു. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ പ്രദേശത്തുള്ള ഇത്തരത്തിൽ സമാന്തരമായിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നിട്ടും ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നിട്ടും ജനങ്ങൾ അവിടെ നിൽക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ബസ്സുകാർ അവിടെ നിർത്തുന്നുമില്ല. അപ്പൊ എന്റെ ഈ വർത്തമാനം 2 പേർക്കും കൂടിയാണ്. ജനങ്ങൾ നിർബന്ധമായിട്ടും ഈ സൗകര്യം ഉപയോഗിക്കുക. ഈ ഒരുപക്ഷെ ഒരു ആക്സിഡന്റോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ പെരുമ്പുഴ റൂട്ടിൽ നിന്നൊക്കെ സ്പീഡിൽ വരുന്ന വണ്ടി ദേഹത്ത് തട്ടാനും നമ്മളൊരു ഒരു ഇൻസിഡന്റ് കണ്ടതാ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് അങ്ങോട്ടുള്ള ലൈനിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. കൊട്ടാരക്കര ലൈനിലും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ജനങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് എന്നെ കേൾക്കുന്ന ജനങ്ങൾ, നിങ്ങൾ ആ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കുക, ആ ഷെൽട്ടർ ഉപയോഗിക്കുക, ആ ഇരിപ്പിടങ്ങൾ ഉപയോഗിക്കുക. ബസ്സുകാരങ്ങൾ നിർത്തിക്കോളും. ബസ്സുകാർക്കൊക്കെ നിർദ്ദേശം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉപദേശിച്ചൊക്കെ വിട്ടിട്ടേ ഉള്ളൂ. KSRTC അടക്കം അടുത്ത ദിവസം ഞങ്ങൾ വന്ന് ഇതേ സമയത്തൊക്കെ ഞങ്ങൾ പീക്കായിട്ടുള്ള സമയത്തൊക്കെ വന്ന് പരിശോധിക്കും. സ്റ്റോപ്പിലല്ലാത്ത, നിർദ്ദിഷ്ട സ്റ്റോപ്പിലല്ലാതെ വാഹനങ്ങൾ ബസ് സർവീസുകൾ ഇങ്ങനെ കൊണ്ട് നിർത്തിയാൽ നടപടിയെടുക്കും. ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കും. ഇന്നൊരു വാണിംഗ് കൊടുത്തത് ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് വന്നൊരു ഫൈൻ അടിക്കുകയോ അല്ലെങ്കിൽ ലൈസൻസിന്റെ അകത്തൊരു നടപടി വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഓണം വരാൻ പോവുകയാണ്. നിർബന്ധമായിട്ട് നിയമങ്ങൾ പാലിക്കുക. അപകടത്തിന്റെ സാധ്യത നന്നേ കൂടുതലാണ്. ആൾക്കാർ മണിക്കൂറുകളോളം റോഡിൽ പെട്ട് കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിയമം പാലിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റോപ്പിൽ തന്നെ കൊണ്ട് നിർത്തണം. പരമാവധി ഒഴിച്ചു നിർത്തണം, പരമാവധി സൈഡിലേക്ക് നിർത്തണം. എന്നെ കേൾക്കുന്ന ഡ്രൈവർമാർ, KSRTC അടക്കമുള്ള സർവീസ് ബസിന്റെ ഡ്രൈവർമാർ നിർബന്ധമായും വാഹനം പരമാവധി ഒതുക്കി നിർത്തുക. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, സ്റ്റോപ്പിൽ തന്നെ നിർത്തുക. അതുപോലെ ആൾക്കാരും ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം. ജനങ്ങളും, എന്നെ കേൾക്കുന്ന എല്ലാ ജനങ്ങളും കൃത്യമായിട്ട് അവരുടെ ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇരിപ്പിടം ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, മഴ നനയാതെ നിൽക്കാം, സേഫ്റ്റി ഉണ്ട്. ഒരു സേഫ്റ്റിയും ഇല്ലാതെ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ഇന്റർ ജംഗ്ഷൻ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഒരു നിയന്ത്രണം വിട്ടൊരു വണ്ടി വന്നു പോയാൽ അത് ശരിയാവാനേ നിവൃത്തിയുള്ളൂ. അപ്പം നിർബന്ധമായിട്ട് പാലിക്കുക. ഞങ്ങൾ വരും ദിവസങ്ങളിൽ മഫ്തിയിലുണ്ടാവും, പോലീസിന്റെ സഹായമുണ്ട്. കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ തീരുമാനമെടുത്ത മീറ്റിംഗിലും പോലീസുകാരുടെ സഹായം പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഞങ്ങൾ ചെയ്യുക തന്നെ. വരും ദിവസങ്ങളിൽ ഇത് കൂടാതെ അടുത്ത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ജംഗ്ഷൻ പള്ളിമുക്കാണ്. പള്ളിമുക്ക് ഇന്റർ ജംഗ്ഷൻ ഇന്റർസെക്ട് ആ പോയിന്റിൽ തന്നെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു 30 അടി മുമ്പോട്ട് ചെന്നാൽ വിശാലമായ സൗകര്യമുണ്ട്. ആ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥലത്ത് നിൽക്കാവുന്നതേ ഉള്ളൂ. അവിടെ സൗകര്യമുണ്ട്. അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആൾക്കാരുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഷെൽട്ടറോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇന്നലെ കളക്ടർമാരുടെ ഇന്നലെയും പറഞ്ഞതാ. ആൾക്കാരോട് പറഞ്ഞാൽ അത് ചെയ്യും. റോഡ് സുരക്ഷയുമായ കാര്യങ്ങളാണ്. റോട്ടറി പോലുള്ള ക്ലബ്ബുകളോട് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ ചെയ്തു തരാൻ തയ്യാറുമാണ്. പരമാവധി ജനങ്ങളോട് സഹകരിക്കുക. പ്രത്യേകിച്ച് ഈ പള്ളിമുക്ക് ജംഗ്ഷനിൽ മുൻപോട്ട് വാഹനങ്ങൾ നിർത്തണം, ജനങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുകയും. പിന്നുള്ളത് സാരഥി ജംഗ്ഷനാണ്. സാരഥി ജംഗ്ഷനും ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് ചെല്ലുന്ന ആ ജംഗ്ഷനിലാണ് ബസ് നിർത്തുന്നത്. അവിടെ എപ്പോഴും നൊട്ടോറിയസ് ആയിട്ടുള്ള കുരുക്ക. ഒരു ബസ് അങ്ങനെ നിർത്തും, മറ്റൊരു ബസ് പാരലായിട്ട് കൊണ്ട് നിർത്തും, മറ്റാർക്കും പോകാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആറുമുഖക്കടയിലും ഇതുപോലൊരു ആ ടേൺ ആറുമുറിക്കടയിലും ആ ജംഗ്ഷനിൽ തന്നെയാണ് വണ്ടികൾ കൊണ്ട് നിർത്തുന്നത്. ഞങ്ങൾ ഈ കൊട്ടാരക്കര മുതൽ കൊല്ലം വരെയുള്ള ബസ് സ്റ്റോപ്പുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി കഴിഞ്ഞു. ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങളാണ്, കുണ്ടറയിലും പള്ളിമുക്കിലും സാരഥി ജംഗ്ഷനിലും. അത് ചെയ്യുക തന്നെ ചെയ്യും. ഇനി തുടക്കമുള്ള ദിവസങ്ങളിൽ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ മഫ്തിയിലൊക്കെ നിരീക്ഷിക്കാനായിട്ട് ആളിനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബോർഡ് സ്ഥാപിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ മുമ്പോട്ട് നിർത്താനുള്ള ബോർഡ് സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥാപിക്കും. പിന്നെ അങ്ങനെയുള്ള ബോർഡിന്റെ ഫ്രണ്ടിൽ നിർത്തുമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയക്കാം. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനുള്ള ആപ്പുണ്ട്. അതുകൂടാതെ എന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് അയച്ചെന്നാൽ അതും നിങ്ങൾ നടപടിയെടുക്കും. അപ്പം ബസ്സുകാർ സഹകരിക്കുക, ആൾക്കാർ സഹകരിക്കുക. സുഗമമായിട്ടുള്ള ഒരു ഓണം കൂടെ കടന്നു പോകട്ടെ. അതെ, അപകടങ്ങളില്ലാത്ത റോഡിൽ കുരുങ്ങി കിടന്ന് നിങ്ങളുടെ നല്ല സമയം കളയാതിരിക്കുക. പെട്ടെന്ന് എത്രയും വേഗം വീട്ടിലേക്കും ഓഫീസുകളിലേക്കും എത്താനാവട്ടെ. ഓണത്തിന് കൊടുക്കാനുള്ള സന്ദേശം ഇതാണോ സാറിന്റെ? സുരക്ഷിതരായിരിക്കുക. അനാവശ്യമായിട്ട് റോഡിൽ കിടന്ന് ഈ പുകയും പൊടിയും കൊള്ളാതിരിക്കുക. സുരക്ഷിതരായി സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തിപ്പെടുക. എല്ലാവരുടെയും സഹകരണം ആഗ്രഹിക്കുന്നു.